അയോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലേ എങ്ങനെയാണ് നമ്മളൊരു ഫോറക്സ് അക്കൗണ്ട് പർച്ചേസ് ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്ന് നമ്മൾ നോക്കി. ഏതൊക്കെ അക്കൗണ്ടാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുക എങ്ങനെയാണ് ഇനി അക്കൗണ്ട് പർച്ചേസ് ചെയ്യേണ്ടതെന്നാണ്. നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എങ്ങനെ പർച്ചേസ് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ഫോറക്സ് അക്കൗണ്ട്, നിങ്ങളൊരു ഫണ്ടഡ് അക്കൗണ്ട് നിങ്ങൾക്ക് എങ്ങനെ പർച്ചേസ് ചെയ്യാം ഫോറക്സ് മാർക്കറ്റിൽ എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. സോ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ 5RSൻ്റെ അക്കൗണ്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. സോ 5RSനായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മുടെ 5RSൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക, നിങ്ങളുടെ മെയിൽ ഐഡിയും കാര്യങ്ങളും വെച്ചിട്ട് അതിനുശേഷം ഇവിടെ ന്യൂ ഓർഡർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആ ന്യൂ ഓർഡറിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വിൻഡോയിലേക്ക് പോകുന്നതായിരിക്കും. അതിനുശേഷം ഇവരോട് അവരുടെ പ്രോഗ്രാം, അതായത് പ്ലീസ് സെലക്ട് എ പ്രോഗ്രാം ടു ബീയിങ് ഇവാലുവേഷൻ പ്രോസസ്, അതായത് നമുക്ക് ഇവരൊരു 3 പ്രോഗ്രാം തന്നിട്ടുണ്ട്. ഈ 3 പ്രോഗ്രാമിൽ നമുക്ക് വേണ്ട പ്രോഗ്രാം ഏതാണെന്ന് സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഇതിനകത്ത് 3 എന്ന് പറയുമ്പോൾ ഹൈപ്പർ ഗ്രോത്ത് ഉണ്ട്, അത് 1 സ്റ്റെപ്പ് ചലഞ്ചാണ്. ഹൈ സ്റ്റാക്ക് ഉണ്ട്, അത് 2 സ്റ്റെപ്പ് ചലഞ്ചാണ്. ബൂട്ട് ക്യാമ്പ് ഉണ്ട്, അത് 3 സ്റ്റെപ്പ് ചലഞ്ചും. സോ ഞാനിവിടെ ബേസിക്കലി നിങ്ങളോട് പറയുകയെന്ന് വെച്ചാൽ നിങ്ങളൊരു ബിഗിനറാണ്, അതല്ലെന്നുണ്ടെങ്കിൽ ഫോറക്സിലേക്ക് ആദ്യമായിട്ട് വന്നു, നിങ്ങൾ റിയൽ മണി വെച്ച് ട്രേഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിലില്ല, എന്നാൽ നിങ്ങൾക്കൊരു പോയാലും നഷ്ടമില്ലെന്ന് പറയുന്നൊരു പൈസ അത് വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു അക്കൗണ്ട് പർച്ചേസ് ചെയ്യാം. അതായത് ആ പൈസ പോയാലും നിങ്ങൾക്കൊരു പ്രശ്നം വരില്ല എന്നുള്ള പേയ്മെൻറ്റ് വെച്ചും കൊണ്ട് നിങ്ങൾക്കൊരു അക്കൗണ്ട് പർച്ചേസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരിക ഹൈ സ്റ്റാക്ക് എന്ന് പറയുന്ന അക്കൗണ്ടേ ആയിരിക്കുള്ളൂ. അതായത് ഹൈ സ്റ്റാക്ക് ഈ 2 സ്റ്റെപ്പ് ചലഞ്ചാണിത്. ഈ ഇവിടെ വരുമ്പോഴത്തേക്കും സ്റ്റാർട്ട് പ്രോസസ്സ് കൊടുക്കുക. നിങ്ങൾ ഇവിടെ അവർ നമ്മളോട് ഓൾറെഡി ചോദിച്ചിട്ടുണ്ടാവും ഇതിൽ ഏത് അക്കൗണ്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. 5Kയുടെ അക്കൗണ്ട് ഉണ്ട്, അതേപോലെ തന്നെ 10K ഉണ്ട്, പിന്നെ 20Kയുടെ അക്കൗണ്ട് ഉണ്ട്, 60Kയുടെ അക്കൗണ്ട് ഉണ്ട്, 100Kയുടെ അക്കൗണ്ട് ഉണ്ട്. സോ ബേസിക്കലി ഇതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5Kയുടെ അക്കൗണ്ട് വാങ്ങിക്കാണ്ട് നിങ്ങൾക്ക് ആകെ ആവുന്നത് 3,355 രൂപയും. 10Kയുടെ അക്കൗണ്ട് ചലഞ്ചാണ് നിങ്ങൾ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ 6,770 രൂപയും. 20Kയുടെ അക്കൗണ്ടിന് 14,322 രൂപയുമായിരിക്കും ആവുന്ന റേറ്റ് വരുന്നത്. നമ്മൾ ഈ 100Kയും 60Kയുടെയും അക്കൗണ്ടിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ നോക്കുന്നില്ല. ബേസിക്കലി നിങ്ങളൊരു ബിഗിനർ ലെവലിൽ ട്രേഡ് എടുക്കുക, ആദ്യമായിട്ടാണ് ഒരു ഫണ്ടഡ് അക്കൗണ്ട് നിങ്ങൾ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുക എപ്പോഴും ഒരു 5Kയുടെ അക്കൗണ്ട് എടുക്കാനായിട്ടാണ്. കാരണം ആ പൈസ പോയാലും പ്രശ്നമില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ അക്കൗണ്ട് വാങ്ങേണ്ടത്. സോ ആ അക്കൗണ്ടിൽ ഇവിടെ അവർ കാണിച്ചിട്ടുണ്ട് MT5 ആണ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം വരുന്നത്. പ്രോഫിറ്റ് സ്പ്ലിറ്റ് ഉണ്ടാകുന്നതല്ല. ഡെയിലി ലോസ് എന്ന് പറയുന്നത് 5% ആവും പാടുള്ളൂ. ഇൻറ്റേർണൽ ബോണസ് എന്ന് പറയുന്നത് $5,000 ആയിരിക്കും. അതിൽ മാക്സിമം ടോട്ടൽ ഡ്രോ ഡൗൺ എന്ന് പറയുന്നത് $500 ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ അക്കൗണ്ടിൽ $500 എത്തുന്നത് അന്ന് നിങ്ങളുടെ അക്കൗണ്ട് ബ്രീച്ച് ആകുന്നതായിരിക്കും. കാരണം ഡെയിലി ലോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് $250 എത്തിയാൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ബ്രീച്ച് ആവും. ഒരു ട്രേഡിൽ നിങ്ങൾ 500 ഒറ്റയടിക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി നിങ്ങളുടെ അക്കൗണ്ടിൽ പിന്നെ നിങ്ങൾക്ക് ട്രേഡും കാര്യങ്ങളൊന്നും പ്ലേസ് ചെയ്യാൻ പറ്റുന്നതല്ല. സോ നമ്മളപ്പോൾ ഈ പ്രോഗ്രാമാണ് ചൂസ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടി ഇവിടെ നമ്മൾ സെലക്ട് കൊടുത്തു, നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തു, നമ്മുടെ മൊബൈൽ നമ്പർ, ഡീറ്റെയിൽ, കാര്യങ്ങൾ ഇതെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ എഗ്രി കൊടുക്കുക. പ്ലേസ് ഓർഡർ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ പ്ലേസ് ഓർഡർ കൊടുക്കുക. ഒരു റിവ്യൂവിൻ്റെ വരും. നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽ, കാര്യങ്ങൾ ഇതെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് വരും. നമ്മുടെ മൊബൈൽ നമ്പർ, മെയിൽ ഐ ഡി, കാര്യങ്ങൾ, ബില്ലിംഗ് അഡ്രസ്സ് ഇതെല്ലാം നമ്മളോട് ചെക്ക് ചെയ്യാൻ പറയും. നമുക്കിവിടെ നമ്മുടെ ഇൻവോയ്സും കാണാൻ പറ്റും. 5Kയുടെ വാങ്ങിക്കുന്നത് 3,355.20 നമുക്ക് ആകെ ആവുന്നുള്ള അക്കൗണ്ട് വാങ്ങിക്കാനായിട്ട്. അതിനുശേഷം ഇവിടെ സെലക്ട് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ സെലക്ട് പേയ്മെൻറ്റ് മെത്തേഡ് വരുമ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് വിസ കാർഡ് ഉണ്ടായിരിക്കണം ഇത് വാങ്ങാൻ. വിസ കാർഡ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസി വഴിയിട്ടും അക്കൗണ്ട് പർച്ചേസ് ചെയ്യാം. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് വിസ കാർഡ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിപ്റ്റോ വാലറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ക്രിപ്റ്റോ വഴിയിട്ട് ഈ ഒരു അക്കൗണ്ട് പർച്ചേസ് ചെയ്യാം. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് വിസ കാർഡ് ഇല്ല, സോ നിങ്ങൾക്ക് ക്രിപ്റ്റോയും ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്നുകിൽ ക്രിപ്റ്റോയിൽ ഒരു അക്കൗണ്ട് എടുക്കുക, അതല്ലെങ്കിൽ വിസ കാർഡ് സ്വന്തമായിട്ട് തന്നെ ബാങ്കിൽ നിന്ന് വിസ കാർഡ് ആക്കുക, ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ എനേബിൾ ചെയ്യുക. കാരണം നമ്മൾ സുഹൃത്തുക്കളെ വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് അക്കൗണ്ട്
പേയ്മെൻറ്റ് ചെയ്യുന്നവരുണ്ടാവും ചിലവർ. കാരണം വിസ കാർഡ് ഇല്ലാത്തതുകൊണ്ട് വിസ കാർഡുള്ള സുഹൃത്തിനോട് പറഞ്ഞ് ആ സുഹൃത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ ആ അക്കൗണ്ട് വഴി പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഡ്രോബാക്ക് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ആ ട്രേഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലേസ് ചെയ്തു. സോ ഇപ്പോൾ നിങ്ങൾ വിസ കാർഡും കാര്യങ്ങളും സെലക്ട് ചെയ്തു, നിങ്ങൾ സുഹൃത്തിൻ്റെ പേരും കാര്യങ്ങളും കൊടുത്ത് പ്ലേസ് ചെയ്തു. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ലൈവ് അക്കൗണ്ട് കിട്ടുന്ന ടൈമിൽ ഒരു KYC വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വരും. ആ KYC കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ പേരും നിങ്ങൾ പർച്ചേസ് ചെയ്തേക്കുന്ന അക്കൗണ്ടിൻ്റെ പേരും മിസ്മാച്ചിങ് ആയിട്ട് കാണിക്കും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് ലൈവ് അക്കൗണ്ട് കിട്ടില്ല. അത് നിങ്ങൾ പിന്നെ കുറേ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ബേസിക്കലി അത് ഒഴിവാക്കാനായിട്ട് നോക്കുക. നിങ്ങളുടെ സ്വന്തം പേരുള്ള ബാങ്ക് കാർഡ് വെച്ച് തന്നെ നിങ്ങൾ അക്കൗണ്ട് പർച്ചേസ് ചെയ്യാൻ നോക്കുക. അതാണ് നിങ്ങൾക്ക് വിസ കാർഡ് ഇല്ലെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോ വഴിയിട്ട് പർച്ചേസ് ചെയ്യുക. ഞാനിവിടെ വിസ കാർഡാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം പർച്ചേസ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പേയ്മെൻറ്റും ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം അവരോട് റിവ്യൂ ചെയ്തു. അതിനുശേഷം നമുക്ക് ആകെ ആവുന്ന എമൗണ്ട് 3355.2 എന്ന് പറയുന്ന എമൗണ്ട് കാണിച്ച് ഇവിടെ നമ്മുടെ കാർഡ് ഡീറ്റെയിൽ ഇവിടെ കാർഡിൽ പ്രിന്റ് ചെയ്ത് വരുന്ന നമ്മുടെ പേര്, അതായത് നമ്മുടെ കാർഡിലൊരു നെയിം നമുക്ക് പ്രിന്റ് ചെയ്ത് വരും അല്ലേ, നമ്മുടെ പേര് വെച്ചിട്ട്. ആ പേര് കറക്റ്റായിട്ട് തെറ്റാണ്ട് അടിച്ചു കൊടുക്കുക. നിങ്ങളുടെ കാർഡിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുക. കാർഡിൻ്റെ മന്ത്, എക്സ്പീരി ഇയർ, CVV, ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം പ്രൊസീഡ് പേയ്മെൻറ്റ് കൊടുക്കുക. എനിക്കിപ്പോൾ ഓൾറെഡി അക്കൗണ്ട് ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതിനകത്ത് പർച്ചേസ് ചെയ്യട്ടെ. ഞാനിപ്പോൾ എൻ്റെ അക്കൗണ്ട് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. ഓൾറെഡി ഞാൻ അക്കൗണ്ട് പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രൊസീഡ് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു OTP അയക്കാനുള്ളൊരു സ്ക്രീൻഷോട്ട് വരും. ആ ടൈമിൽ ഈ സ്ക്രീനിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾ ആ OTP എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കൺഫർമേഷൻ ആവും. ബാങ്കിൽ നിന്നും നിങ്ങളുടെ പേയ്മെൻറ്റ് അവർ റിസീവ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഇൻ്റർഫേസ് തന്നെ അവിടെ ഒരു കാണിച്ചു തരും. അപ്പം ആ ഇൻ്റർഫേസ് വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കൺഫേം ആയെങ്കിൽ അവരോട് കൺഫേം ആയെന്ന് കാണിക്കും. അപ്പം ഞാനിപ്പോൾ എൻ്റെ പർച്ചേസ് ചെയ്തിട്ടുള്ള, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ മെത്തേഡാണ് അക്കൗണ്ട് പർച്ചേസ് ചെയ്യാനായിട്ടുള്ളത്. ഇനി ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള എൻ്റെ അക്കൗണ്ട് കാണിച്ചു തരാം. ഇവാലുവേഷൻ സ്റ്റേജിൽ ഉണ്ടായിരുന്ന വെച്ചാൽ എൻ്റെ അക്കൗണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. സോ നമ്മൾ അക്കൗണ്ട് പർച്ചേസ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇങ്ങനത്തെ ഒരു ഡാഷ്ബോർഡ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആ പർച്ചേസ് ഓർഡർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനത്തെ ഒരു ഡാഷ്ബോർഡിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ചെയ്യുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് ഹൈസ്റ്റാക്ക് എന്ന് പറഞ്ഞുകൊണ്ടും നിങ്ങളുടെ ഒരു അക്കൗണ്ട് നമ്പറും കാണിച്ചു തരും. അവിടെ നിങ്ങളുടെ സൈസ്, നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബാലൻസ്. ഇപ്പോൾ എനിക്ക് ഇവിടെ എൻ്റെ 2 സ്റ്റെപ്പും ടാർഗറ്റ് കംപ്ലീറ്റ് ആയി കിടക്കുന്നതുകൊണ്ടാണ് ഇവിടെ ടാർഗറ്റ് എന്ന് പറഞ്ഞ് കിടക്കുന്നത്. ഈ ഡാഷ്ബോർഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾ ഈ ഡാഷ്ബോർഡ് എടുക്കുക. ഈ ഡാഷ്ബോർഡ് എടുത്തുകൊണ്ടെങ്കിൽ നമ്മുടെ പേജ് ലോഡിങ് ആവും. ഇവിടെ നമ്മുടെ ക്രെഡൻഷ്യൽസും കാര്യങ്ങളുണ്ടാവും. ഈ ക്രെഡൻഷ്യൽസ് ക്ലിക്ക് ചെയ്യുക. അത് വെച്ചിട്ടായിരിക്കും നിങ്ങൾ MT5 ട്രേഡുകളും കാര്യങ്ങളും പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾ അക്കൗണ്ട് പർച്ചേസ് ചെയ്തതിന് ശേഷം 5K അക്കൗണ്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ പ്രോഫിറ്റ് ടാർഗറ്റ് ഉണ്ടാവും നിങ്ങൾക്ക്. അതായത് $400 നിങ്ങൾ അപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾ സെക്കൻഡ് ലെവലിലേക്ക് പോകുള്ളൂ. $400 അപ്പ് ചെയ്യുക. അത് കൂടാണ്ട് പ്രോഫിറ്റബിൾ ഡേയ്സ് നിങ്ങൾ 0.05 വെച്ചിട്ട് 3 ദിവസമെങ്കിലും പ്രോഫിറ്റബിൾ ആയിരിക്കണം. അതായത് കണ്ടിന്യൂസ് 3 ദിവസമല്ല, 3 ദിവസമെങ്കിലും നിങ്ങൾ പ്രോഫിറ്റബിൾ ആയിരിക്കണം എന്നാണ് അവർ പറയുന്നത്. അതായത് ഇന്ന് നിങ്ങൾ പ്രോഫിറ്റബിൾ ആയി, അത് കഴിഞ്ഞ് അത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പ്രോഫിറ്റബിൾ ആവുന്നത്. അത് കഴിഞ്ഞ് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പ്രോഫിറ്റബിൾ ആവുന്നത്. അതൊന്നും ഇതിൽ പ്രശ്നമല്ല. 3 ദിവസം നിങ്ങൾ 0.5 വെച്ചിട്ട് പ്രോഫിറ്റബിൾ ആയിരിക്കണമെന്നാണ് അവർ പറയുന്നത്. അതിനുശേഷം നമുക്ക് ഇവിടുത്തെ ഇൻ്റർഫേസ് കാര്യങ്ങളും കാണാം. ഇനാക്റ്റീവ് ഡേയ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 30 ദിവസമായിരിക്കും ഇനാക്റ്റീവ് ആവുന്നത്. 30 ദിവസം നിങ്ങൾ ട്രേഡ് എടുക്കാണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഇനാക്റ്റീവ് ആയി പോകുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിൽ നമ്മൾ എടുത്തിരിക്കുന്ന ട്രേഡുകൾ കാര്യങ്ങളൊക്കെ കാണാം. ഈ ഗ്രാഫ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം കുറച്ച് വന്നു, പിന്നെ എനിക്കൊരു ചെറിയൊരു ലോസ് വന്നു. അതിനുശേഷം പിന്നെ നല്ല രീതിയിൽ ഞാൻ അപ്പ് ചെയ്തിട്ട് അക്കൗണ്ട് ഞാൻ പാസ്സായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അക്കൗണ്ട് ബാലൻസ് എന്ന് വെച്ചാൽ അവർ എനിക്ക് $5000 അക്കൗണ്ടാണ് തന്നത്. അതിനുശേഷം ഞാനത് പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് $403 എടുത്തു. എൻ്റെ ടാർഗറ്റ് ലെവൽ ഞാൻ റീച്ച് ചെയ്തു. ഇവിടെ സ്റ്റോപ്പ് ഔട്ട് ലെവൽ നിങ്ങൾക്ക് 4500 വരുന്നത്. എപ്പോഴാണോ നിങ്ങൾ 4500 എത്തുന്നത് അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് അടിച്ചു പോകുന്നതായിരിക്കും. ഡെയിലി ലോസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ലോസ് ലെവൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 4917 എനിക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ലോസ് ലെവൽ കാണിക്കുന്നത്. ഈ ലോസ് ലെവൽ ബ്രീച്ച് ചെയ്താലും അക്കൗണ്ട് നമുക്ക് അടിച്ചു പോകും. സോ ഇത് എൻ്റെ പ്രൊഫൈൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും.
ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്ന ട്രേഡുകൾ നിങ്ങൾക്ക് കാണാം. 9/2025 ജൂണിലാണ് ഞാൻ ഈ അക്കൗണ്ട് വാങ്ങിയത്. 9 ഞാൻ ട്രേഡ് എടുത്തു, 10 എടുത്തു, 11 എടുത്തു. 3 ദിവസം ട്രേഡ് എടുത്തു. ഈ 3 ദിവസം കൊണ്ടാണ് ഞാൻ ഈ അക്കൗണ്ട് പാസ്സാക്കി എടുത്തത്. അതിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാം, ടോട്ടൽ ട്രേഡ് എനിക്ക് എടുത്തിരിക്കുന്നത് 22ഉം പ്രോഫിറ്റബിൾ ട്രേഡ് ആയിട്ടുള്ള 19ഉം ലോസ് ട്രേഡ് വന്നിട്ടുള്ളത് 3ഉമാണ്. അപ്പൊ ഇതിന്റെ പ്രോഫിറ്റും കാര്യങ്ങളും നിങ്ങളിവിടെ നോക്കാം. പിന്നെ എന്റെ വിൻ റേറ്റ് നോക്കി നിങ്ങൾക്കറിയാം, 86/36% വിൻ റേറ്റ് എനിക്കുണ്ട് ഇതില്, എന്റെ ഫസ്റ്റ് ലെവലില്. ഇനി നമ്മളെ സെക്കൻഡ് ഫേസ് ഉണ്ടായിരുന്ന അക്കൗണ്ട് നോക്കുകയാണ്. ഇതാണ് ഇവാലുവേഷൻ ഫേസിലെ എന്റെ സെക്കൻഡ് ഫേസ് കാര്യങ്ങൾ. ഇപ്പോൾ ഇന്റർഫേസ് വന്നു, ലോഡിംഗ് ആണ്. സോ നിങ്ങൾ സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോഴത്തേക്കും കാണാൻ നിങ്ങൾക്ക് 5Kയുടെ അക്കൗണ്ട് 2 എന്ന് പറഞ്ഞാണ് കാണിച്ചിരിക്കുന്നത്. മറ്റേത് 5K എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രോഫിറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് $250 ആയിരിക്കും. നിങ്ങൾ എപ്പോഴാണോ $250 ആവുക, അപ്പം നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് പാസ്സാവും. ആ $250 ആകുമ്പോഴത്തേക്ക് പാസ്സാവും. പ്രോഫിറ്റബിൾ ഡേയും ഇവിടെ സെയിം തന്നെയാണ്. 3 ദിവസം നിങ്ങൾ 0.5 പ്രോഫിറ്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ അക്കൗണ്ട് പാസ്സാകത്തേ ഉള്ളൂ. നിങ്ങളിപ്പോൾ വൺസ് ഡൗട്ട് ഉണ്ടാവും, നിങ്ങളിപ്പോൾ 250 ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്തെടുത്തു, ദെൻ എന്തുകൊണ്ട് എൻ്റെ ലൈവ് അക്കൗണ്ട് എനിക്ക് കിട്ടുന്നില്ല എന്നുള്ള ഡൗട്ട് ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ. കാരണം പ്രോഫിറ്റബിൾ ഡേ 3 ദിവസം ആയില്ല, ഒരു ദിവസം കൊണ്ട് തന്നെ ഞാൻ ടാർഗറ്റ് ആയി. അങ്ങനെ ഓർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട, കാരണം അവർ അക്കൗണ്ട് ഒന്നും ക്യാൻസൽ ചെയ്യില്ല. ഞാനിവിടെ $250 ടാർഗറ്റ് എടുത്തതിന് ശേഷം എൻ്റെ പ്രോഫിറ്റബിൾ ഡേ കുറവായിരുന്നു. സോ എന്ത് ചെയ്തു, ഞാൻ അടുത്ത ട്രേഡുകളും കാര്യങ്ങളും ഞാൻ പ്ലേസ് ചെയ്തു. $254.50 എത്തി. ഞാൻ തേർഡ് സ്റ്റേജിലേക്ക്, അതായത് 3 ഡേയ്സ് പ്രോഫിറ്റബിൾ ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ലൈവ് അക്കൗണ്ടും കാര്യങ്ങളും കിട്ടി. ഇതാണ് ഞാൻ എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് കിട്ടിയപ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഫസ്റ്റ് ഫേസ് പാസ്സായി കഴിഞ്ഞാൽ സെക്കൻഡ് ഫേസ് നിസ്സാരമായിട്ട് പാസ്സാവുന്ന ഒരിക്കലും ചിന്തിക്കരുത്. അവിടെ നിങ്ങൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കാരണം ഏതൊരു സെക്കൻഡ് മതി നിങ്ങളുടെ അക്കൗണ്ട് ബ്രീച്ച് ആവാനായിട്ട്. സോ നമ്മൾ മെയിൻലി ശ്രദ്ധിച്ച് കളിക്കുക. സോ ഇവിടെ വന്നാലും ഇനാക്റ്റീവ് ഡേയ്സ് എല്ലാം സെയിം തന്നെയായിരിക്കും നമുക്ക്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെച്ചാൽ എൻ്റെ ട്രേഡുകളുടെ എണ്ണം ഞാനവിടെ കുറച്ചു. ടോട്ടൽ ട്രേഡായിട്ട് ഞാൻ 7 ട്രേഡ് എടുത്തു. അതിലെനിക്ക് ലോസ് ട്രേഡ് ഇതുവരെ വന്നിട്ടില്ല. നിങ്ങളിവിടെ നോക്കിയാൽ കാണാം, എൻ്റെ ടോട്ടൽ ട്രേഡ് 7ആണ്, പ്രോഫിറ്റബിൾ ട്രേഡ് 7ആണ്, ലോസ് ട്രേഡ് എന്ന് പറയുന്നത് എനിക്ക് 0 ആണ്. എൻ്റെ വിൻ റേറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, 100% എൻ്റെ വിൻ റേറ്റ്. ഈ അക്കൗണ്ടിന് എനിക്ക് കിട്ടുന്നത് 12-ാം തീയതിയാണ്, ജൂൺ 12, 2025 കിട്ടി. ഞാനത് ജൂൺ 16-ാം തീയതി എൻ്റെ അക്കൗണ്ട് എനിക്ക് പാസ്സായി. എനിക്കങ്ങനെ ലൈവ് അക്കൗണ്ട് കിട്ടി. സോ നിങ്ങളും ഇതേപോലെ അക്കൗണ്ട് പർച്ചേസ് ചെയ്യുക. 5K ആസ് എ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 5Kയുടെ അക്കൗണ്ട് മാത്രം പർച്ചേസ് ചെയ്യുക. ആ 3000 രൂപ നിങ്ങൾക്ക് പോയാൽ പോട്ടെ എന്ന് വെച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യുക. പക്ഷെ നിങ്ങൾക്ക് അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ഫോറക്സ് മാർക്കറ്റിൽ നിങ്ങളൊരു ക്യാപിറ്റൽ കൊണ്ടുവന്നൊരു 10,000 രൂപ 30,000 രൂപ ഇട്ടിട്ട് ട്രേഡ് എടുക്കുന്നതിൽ പകരം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. അതായത് $5,000 ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് കിട്ടി, ആ അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരിക, എന്തൊക്കെയാണ്. ഇപ്പോൾ ഒറ്റയടിക്ക് കൊണ്ട് നിങ്ങളുടെ ക്യാപിറ്റൽ കളഞ്ഞു എന്നുള്ള രീതിയിൽ ആരും തോന്നാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഫണ്ടഡ് അക്കൗണ്ടിൻ്റെ ഒരു ഇൻട്രൊഡ്യൂസ് തന്നത് തന്നെ. സോ ഇത് പ്രോഫിറ്റബിൾ ആയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു ലൈവ് അക്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ആ ലൈവ് അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ഡെയിലി ഉണ്ടാക്കാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനും പറ്റും ട്രേഡ് ചെയ്ത്. കാരണം നിങ്ങൾ ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും കാശായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ലൈവ് അക്കൗണ്ട് കിട്ടും. ആ ലൈവ് അക്കൗണ്ട് വെച്ചിട്ട് പ്രോഫിറ്റബിൾ ചെയ്ത് പോവുക. സ്കെയിലപ്പ് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ട, അതെല്ലാം ചൂസ് ചെയ്ത് പോവുക. ഞാനിപ്പോൾ എൻ്റെ ഫസ്റ്റ് ലെവൽ പാസ്സായപ്പോഴത്തേക്കും എനിക്കിവിടെ ഒരു അപ് ക്രെഡൻഷ്യൽസ് അവർ തന്നിരുന്നു $5. അതായത് ഇനി എനിക്ക് ഫ്യൂച്ചറിൽ ഞാൻ എന്തെങ്കിലും ചലഞ്ച് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് ഡിസ്കൗണ്ട് പോലെയാണ് അവർ തന്നെ. കാരണം ഇവർ ഓൾറെഡി ഡിസ്കൗണ്ട് നമുക്ക് തരാറില്ല അക്കൗണ്ട് പർച്ചേസിങ്ങിൽ. അപ്പോൾ ഇത് ഇവരിൻ്റെ അകത്ത് നമുക്ക് ഡിസ്കൗണ്ട് പോലെയാണ് തരുന്നത്. അതായത് അവർ തരുന്ന ഗിഫ്റ്റ് നമുക്കതിൽ യൂസ് ചെയ്യാം. നമ്മളൊരു പുതിയ അക്കൗണ്ട് പർച്ചേസ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഗിഫ്റ്റ് യൂസ് ചെയ്യാം. അതിനു വേണ്ടിയാണ് അവരത് നമുക്ക് തരുന്നത് തന്നെ. സോ ഇപ്പോൾ എല്ലാ വീക്കിലും അവിടെ പുതിയ പുതിയ കണ്ടസ്റ്റ് നടക്കുന്നുണ്ട്. അതിൽ ടോപ്പ് 10 എത്തുന്നവർക്ക് അവിടെ അക്കൗണ്ടിൻ്റെ, അതായത് 10Kയുടെ അക്കൗണ്ടിൻ്റെ ഫേസ് 1 ഫേസ് 2 ഇത് കിട്ടുന്നതായിരിക്കും ചെയ്യാനൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. സോ ബേസിക്കലി എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ. നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 5Kയുടെ അക്കൗണ്ട് എടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഒരിക്കലും ചിന്തിക്കാതിരിക്കുക. അത് വെക്കുക. റിസ്ക് ഭയങ്കര കുറച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആവാൻ നോക്കുക. പിന്നെ നമ്മുടെ റെഫറൽ വഴിയിട്ടാണ് നിങ്ങൾ അക്കൗണ്ട് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്
ഈ അക്കൗണ്ട് പാസ്സാകാനും അങ്ങനെ പ്രോഫിറ്റബിലിറ്റിയുടെ ആവാനുമുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ ഒറ്റ കാര്യമേ ചെയ്യേണ്ടതുള്ളൂ. നമ്മുടെ കമ്മ്യൂണിറ്റിയും കാര്യങ്ങളുണ്ട്, ടെലിഗ്രാം കമ്മ്യൂണിറ്റി ഉണ്ട്, അതേപോലെ തന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ എൻ്റെ പ്രൊഫൈലിൽ ഒരു ലിങ്ക് കിടപ്പുണ്ട്. ആ ലിങ്ക് വഴി പർച്ചേസ് ചെയ്യുക. അതെൻ്റെ റെഫറൽ ലിങ്കാണ്. നിങ്ങൾ ആ ലിങ്ക് യൂസ് ചെയ്താണ് പർച്ചേസ് ചെയ്തതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ലൈഫ് ടൈം മെമ്പർഷിപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ ഒരാളുടെ കയ്യിൽ നിന്ന് പോലും ഞങ്ങൾ കാശും കാര്യങ്ങളും വാങ്ങിക്കുന്നില്ല. അവർക്ക് ലൈഫ് ടൈം നമ്മൾ മെമ്പർഷിപ്പ് കൊടുക്കുന്നതാണ് നമ്മുടെ പ്രീമിയം മെമ്പർഷിപ്പ്. അതിനുവേണ്ടി നിങ്ങൾ ഞങ്ങളുടെ ലിങ്ക് വഴി മാത്രം പർച്ചേസ് ചെയ്യുക എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. റെഫറൽ വഴി പർച്ചേസ് ചെയ്യുക. സോ അങ്ങനെ ചെയ്തതിന് ശേഷം ഞങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്കിപ്പോൾ ട്രേഡുകൾ എടുത്ത് അറിയാം, പക്ഷേ എനിക്കൊരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്കും ലോസ് ആയി, എനിക്ക് സ്റ്റോപ്പ് ഔട്ട് അടിക്കാൻ ഇനി ഒരു $100 ഉള്ളൂ അല്ലെങ്കിൽ ഒരു $50 ഉള്ളെങ്കിൽ പോലും ഞങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അപ്പം തന്നെ നിങ്ങൾക്ക് സപ്പോർട്ടും കാര്യങ്ങളും പറഞ്ഞു തരും, എങ്ങനെ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാം എന്നൊക്കെ പറഞ്ഞു തരും. അപ്പോൾ മാക്സിമം നമ്മുടെ റെഫറൽ യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ നോക്കുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിനെല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.